My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി സിറ്റിസൺഷിപ്പ് കിട്ടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? എന്തിനാണ് ഈ രാജ്യങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്? സാധാരണയായിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും ടാലൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരെ ഇൻവൈറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് ഡൊമിനിക്ക. $100,000 ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാവുന്നതാണ്. രണ്ടാമതായിട്ട് സെൻറ്റ് ലൂഷ്യ. അവിടെയും $100,000 മിനിമം ഇൻവെസ്റ്റ്മെൻറ്റായി കാണുന്നത്. സെൻറ്റ് കിറ്റ്സ് ആൻഡ് നോവീസ് $200,000 കാണുന്നത്. ഗ്രനേഡ $150,000 ആൻറ്റിഗ് ആൻഡ് ബർമുഡ $100,000 ടർക്കി $400,000 മാൾട്ട $600,000 വനാട്ട $130,000 കാണുന്നത്. ഈ രാജ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുകയും അവിടെ സാധാരണ റെസിഡൻ്റായിട്ട് ജീവിക്കുകയും ബിസിനസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെ മെയിൻ കൺട്രി സെക്കൻഡ് പാസ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സാധാരണ സെക്കൻഡ് പാസ്പോർട്ടായിട്ടും ഈ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സിറ്റിസൺഷിപ്പ് വാങ്ങുന്നതായി കാണുന്നു. ഇതുവഴി നിങ്ങൾക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നേടുവാനും സാധിക്കുന്നതാണ്. കൺട്രികൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി രാജ്യത്തിൻ്റെ എക്കണോമിക് പുരോഗതിയും ടാലൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി സിറ്റിസൺഷിപ്പ് പ്രോഗ്രാമിലൂടെ ടാലൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകാരെ ഇൻവൈറ്റ് ചെയ്യുന്നു. ധാരാളം ബിസിനസ്സുകാരാണ് ഈ രീതിയിലുള്ള സെക്കൻഡ് സിറ്റിസൺഷിപ്പ് ഓഫർ ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും സെക്കൻഡ് സിറ്റിസൺഷിപ്പ് അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതായി കാണുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് നേടാവുന്നതാണ്. അങ്ങനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഓരോ കൺട്രിയുടെ ഡ്യൂ ഡെലിജൻസിലൂടെ നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഈ കൺട്രികളിൽ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ സിറ്റിസൺഷിപ്പ് കിട്ടാവുന്നതാണ്. സാധാരണ രീതിയിൽ $1 85 എന്ന് കണക്കാക്കിയാൽ ഏകദേശം 1 കോടി തൊട്ട് 5 കോടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഈ രാജ്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുകയും ഇതുവഴി നിങ്ങൾക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുവാനും ഗ്ലോബൽ ആക്സസ് കിട്ടുന്നതിനും കാരണമാകുന്നു. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.